കുരച്ച് കുരച്ച് ഉറങ്ങുന്ന ഒരു നായുടെ വിലയാണ് ഇന്ന് മുതിർന്നവർക്ക് കിട്ടുന്ന ബഹുമാനം. വാക്കിന് വിലയില്ല, നോക്കുന്നതിൽ അർത്ഥമില്ല. കാവലിരുന്നാലും കളവ് പോകുന്ന സാഹചര്യം. വീമ്പ് പറയാൻ ഒന്നുമില്ലാത്ത മാന്യത. കൗമാരം കഴിഞ്ഞാൽ പല്ലിളിച്ച് കള്ളം പറയുന്ന കൗമാരം. തടസ്സം നിന്നാൽ ഒളിച്ചോടുന്ന മക്കൾ. ദിവസത്തിൽ പലതവണ ഫോൺ വിളിക്കുന്ന ഭർത്താവ്. ഹൃദയമിടിപ്പോടെ അവൾ അറിഞ്ഞു, മകൾ ഒളിച്ചോടി. അന്യനാട്ടിൽ കഷ്ടപ്പെടുന്നവരോട് ഇതൊക്കെ എങ്ങനെ പറയും? അവൾ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും സുഖം. മോൾ എന്തെടുക്കുന്നു? മറുതലയ്ക്കുള്ള ചോദ്യം കേട്ടവൾ ഞെട്ടി. അതോ, അവൾ ഉറങ്ങുന്നു. അതെന്താ ഈ നേരത്തുറക്കം? നീ അവളെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അവിടെ ഇല്ലാത്ത കുറവ് നീ നികത്തണം. അവൾക്കും നിനക്കും വേണ്ടിയാണ് ഞാൻ മരുഭൂമിയിൽ ഇത്രയും പണിയെടുക്കുന്നത്. ഇത്രയും കേട്ടതുള്ളൂ. അവൾ പതിയെ പിന്നിലേക്ക് വേച്ചുപോയി. പെട്ടെന്ന് അടുത്ത സെറ്റിയിലേക്ക് അമർത്തി പിടിച്ചു. ഭൂമി പിളർന്ന് പാതാളത്തിൽ പോയാൽ മതിയായിരുന്നു തോന്നിയവൾക്ക്. ഇത്ര പിടിച്ചു നിർത്തിയിട്ടും അവളുടെ വിതുമ്പൽ അയാൾക്ക് കേൾക്കാമായിരുന്നു. നീ എന്തിനാ കരയുന്നത്? അതും എനിക്കറിയില്ല, അവൾ പറഞ്ഞു. ഞാൻ എന്ത് കഷ്ടപ്പെട്ടും ഒരു ഫലവും ഇല്ലാതായോ? അതിന് മറുപടി എന്നോണം അവ്യക്തമായ ഗദ്ഗതങ്ങൾ. അയാൾ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. നീ കരയണ്ട, നമുക്ക് നല്ലൊരു ഭാവി വേണ്ടേ? നീ സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാകും. ഞാൻ ഈ ലീവിന് വരാനിരുന്നതാണ്. വന്നാൽ ഇനി പോകണ്ടെന്നാണ് തീരുമാനം. അതുകൊണ്ട് അടുത്ത ലീവിൽ വന്നാൽ നമുക്ക് ഒരുവിധം നാട്ടിൽ അന്തസ്സായി നിൽക്കാം. അതുപോരെ? എന്തു പറയണമെന്നറിയാതെ അവളുടെ ഏങ്ങൽ ഉയർന്നു. കരയല്ലേ നീ, എല്ലാം ശരിയാകും. പിന്നെ വിളിക്കാം. അയാൾ ഫോൺ കട്ടാക്കി. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടിരുന്നു.